ഹായ് ഫ്രണ്ട്സ്, VS വേൾഡിൻ്റെ ഒരു പുതിയ കുക്കിംഗ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചൈനീസ് റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്, വെജ് മോമോസ്. ഇത് നിങ്ങൾക്കൊരു സ്റ്റാർട്ടറായിട്ടോ സ്നാക്സ് ആയിട്ടോ സോസിൻ്റെ ഒപ്പം കഴിക്കാവുന്നതാണ്. ഇത് വളരെ നല്ലൊരു ഹെൽത്തി ഡിഷാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. മൈദ, ഇത് ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെജിറ്റബിൾസ്, കാബേജ്, ബീൻസ്, ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചാണ്. പിന്നെ പെപ്പർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, പച്ചമുളക് അരിഞ്ഞത്, സോയാ സോസ്. ആദ്യമായി നമുക്ക് ഈ മൈദമാവ് ഒന്ന് കുഴച്ചെടുക്കാം. അതിനായി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്നത് മാതിരി ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് കുഴച്ച് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ട് നമ്മൾ കുറച്ച് എണ്ണ തടവി ഒന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു പാനിലോട്ട് 3 സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വരുമ്പോൾ അതിലോട്ട് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യണം. ഇതാ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചമുളക് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കുക. അതിന് ശേഷം നമ്മൾ ബീൻസ് ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ മറ്റേ വെജിറ്റബിൾസ്, ക്യാരറ്റ്, കാബേജ് രണ്ടും ഓരോന്നായിട്ട് ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ക്യാരറ്റ് ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ കാബേജ് ചേർക്കാം. ഇനി എല്ലാ വെജിറ്റബിൾസും കൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് അധികം ഓവർ കുക്ക് ആവാൻ പാടില്ല. അതിന് മിക്സ് ആയതിനു ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് ഇളക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് പെപ്പർ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 സ്പൂൺ സോയാ സോസ് നമുക്ക് ആഡ് ചെയ്യാം. ഇതിലോട്ട് സോയാ സോസ് ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് സ്റ്റാർ ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാവിനെ ലെമൺ സൈസ് ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഫ്ലാറ്റൻ ചെയ്തെടുക്കണം. വളരെ തിന്നായി പരത്തണം. ഒരു റോളർ പിൻ യൂസ് ചെയ്തിട്ട്, അധികം കട്ടി പാടില്ല. വളരെ തിന്നായി പരത്തിയതിന് ശേഷം അതിന് നമ്മളൊരു കട്ടറോ അല്ലെങ്കിൽ ഇതങ്ങനെ ഒരു പാത്രമോ വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കണം. റൗണ്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ എക്സ്ട്രാ മാവ് മാറ്റാം നമുക്ക്. ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് നമ്മുടെ വെജിറ്റബിൾ സ്റ്റഫ് ചെയ്യാം. ഞാനൊരു 2 സ്പൂൺ വെജ് സ്റ്റഫ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ പൊട്ടാതെ സൂക്ഷിക്കണം. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഷേപ്പ് കൊടുക്കാം. നമുക്കെല്ലാം ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മൾ ഒരു സ്റ്റീമറോ അല്ലെങ്കിൽ ഒരു ഇഡ്ഡലി പാത്രത്തോ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. മോമോസ് വയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ ആ പ്ലേറ്റ് ഒന്ന് ഗ്രീസ് ചെയ്യുന്നത് നല്ലതാണ്. അതിന് ശേഷം നമ്മൾ അതിലോട്ട് മോമോസ് വെച്ചൊരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള മോമോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്, എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കണം.
ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു പുതിയ കുക്കിംഗ് വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ടേക്ക് കെയർ. താങ്ക് യു.